അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷനൂഫ വേർഡ്. പല സ്ത്രീകളും സ്ഥിരമായി അടുക്കളയിൽ വീട്ടിലെ മറ്റു ജോലികളൊക്കെ ചെയ്ത് ടയേർഡാണ്. പലരും പറയാറുണ്ട്, എന്നും രാവിലെ മുതൽ രാത്രി വരെ അടുക്കളയിൽ തന്നെയാണ്, വീട്ടുജോലിയാണ്, ഒരുപാട് പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണെന്നൊക്കെ പറയാറുണ്ട്. ചില കാര്യങ്ങൾ ചെയ്താൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഈ ഒരു അടുക്കളയിൽ മറ്റുള്ള ജോലിയുമായി ബന്ധപ്പെട്ട് വല്ലാതെ ടയേർഡാകുന്ന സഹോദരിമാർ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സത്യം പറഞ്ഞാൽ ഇത്രയ്ക്ക് സമയം വേണോ അടുക്കളയിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും ലഞ്ച് ഉണ്ടാക്കാനും ഡിന്നർ ഉണ്ടാക്കാനും? പല സ്ഥലത്ത് ഉച്ചക്കും രാത്രിക്കും ഒന്നിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നവരാണ് പലരും ഇതിലുള്ളത്. ഇതിനൊക്കെ ധാരാളം സമയം എടുക്കണോ? എത്ര സമയമാണ് ഇതിനൊക്കെ വേണ്ടത്? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കാനും രാത്രിയിലെ ഡിന്നർ ഉണ്ടാക്കാനും ഇത്രയ്ക്ക് സമയം വേണോ? പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ഒരു ജോലിയായി സ്വീകരിച്ച് കുറേ സമയം ഒന്ന് അങ്ങോട്ടിരുന്ന് മൊബൈൽ നോക്കി ഇങ്ങോട്ട് മാറിയിരുന്ന് വീണ്ടും മൊബൈൽ നോക്കി അവിടെ നിന്ന് അപ്പുറത്ത് പോയി മറ്റാരെങ്കിലും കുറ്റം പറഞ്ഞിരിക്കുക, വർത്തമാനം പറഞ്ഞിരിക്കുക, ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ചട്ടി ചൂടാക്കാൻ മറന്ന് അത് വെക്കാൻ മറന്ന് ഓണാക്കാൻ മറന്ന് ഇങ്ങനെ ഒത്തിരി സമയം ചിലവഴിക്കുന്നവരാണ് നമ്മളൊക്കെ. സ്ത്രീകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവിടെ അടുപ്പിലെ ഒരു സാധനം വേവിക്കുന്ന അതേ സമയത്ത് മറ്റ് കുഞ്ഞിൻ്റെ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ കഴിയുള്ളവരാണ് സ്ത്രീകളെ. ഇങ്ങനെ ഒരു 2-3 മണിക്കൂർ കൊണ്ട് മാക്സിമം ചെയ്ത് തീർക്കാവുന്ന കാര്യങ്ങളാണ് നീണ്ട് ധാരാളം മണിക്കൂറുകൾ കൊണ്ട് ചെയ്യുന്നത്. ജോലിക്ക് പോകുന്ന ചില സ്ത്രീകളെ 9 മണിക്ക് മുമ്പായിട്ട് വീട് വൃത്തിയാക്കുന്നു, മക്കളെ നോക്കുന്നു, അതുപോലെ തന്നെ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നു, എല്ലാം ചെയ്യുന്നു. എന്നിട്ട് ഭർത്താവിൻ്റെ ആവശ്യമുള്ളത് പോലും ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ വേണമെങ്കിൽ ഇത് നമുക്ക് സാധിക്കും. സോ ദാറ്റ്സ് പോസിബിൾ ഇസ് യു വാണ്ട്. ഈ ചില സ്ത്രീകൾ നേരത്തെ 6 മണിക്ക് കിച്ചണിൽ ഇറങ്ങിയിട്ട് ഉച്ചക്ക് 2 മണിയൊക്കെ ആവണം ഒന്ന് വിശ്രമിക്കാൻ. പക്ഷെ വിശ്രമിക്കാൻ നോക്കുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ വീണ്ടും സ്കൂളിൽ നിന്ന് വരാൻ തുടങ്ങും, വീണ്ടും അവർക്ക് വേണ്ടി എൻഗേജ്ഡാണ്. ഇങ്ങനെ രാത്രി 10-11 മണി വരെ അടുക്കളയിലാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ രാവിലെ 10 മണി ആകുമ്പോഴേ ഒതുക്കാൻ പറ്റും. കുറേ നേരം സംസാരിച്ച് കുറ്റവും പറഞ്ഞിരുന്ന് സമയം പാഴാക്കുന്നതിനേക്കാൾ പകരം വീട്ടു ജോലിയൊക്കെ തീർത്ത്, സംസാരിക്കേണ്ടെന്നല്ല, വീട്ടു ജോലിയൊക്കെ ഒന്നിച്ച് തീർത്ത് പെട്ടെന്ന് പിന്നെ ഒന്നിച്ച് സംസാരിക്കാം. വേണമെങ്കിൽ വിശ്രമിക്കണമെങ്കിൽ വിശ്രമിക്കാം, അല്ലെങ്കിൽ പോസിറ്റീവായി വായനക്ക് വേണ്ടി ചെലവഴിക്കാം, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പല കേക്കുകളും പല കാര്യങ്ങളും ഒഴിഞ്ഞിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഈ സമയം പല തരത്തിലുള്ള റെസിപ്പികൾ, ധാരാളം ഫുഡി ഐറ്റംസ് ഉണ്ടാക്കുന്ന ആൾക്കാരുമുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഈ കാര്യത്തിൽ മാറേണ്ടതുണ്ട്. കിച്ചൺ എന്നുള്ളത് മോർണിംഗ് മുതൽ രാത്രി വരെ വർക്ക് ചെയ്യാനുള്ള ഡിപ്പാർട്ട്മെൻ്റ് അല്ല. അത് അത്യാവശ്യം സമയത്ത് മാത്രം കയറുകയും അത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുകയും വേണം. ഇനി കൊച്ചു കാര്യങ്ങളൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടും ചെയ്യിപ്പിക്കാം. അത് നല്ലതാണ്. അവർ ഫുഡ് കഴിച്ചാൽ അവരവരുടെ പ്ലേറ്റ് അവർ തന്നെ വൃത്തിയാക്കി വെക്കുന്നതും ഇത് നല്ല ഒരു കൾച്ചറാണ്. അപ്പോൾ മക്കളെ കൊണ്ടും ചെയ്യിപ്പിക്കാനാകുന്ന ജോലികൾ അവരെ കൊണ്ടും ചെയ്യിപ്പിക്കാവുന്നതാണ്. മണിക്കൂറുകൾ കിച്ചണിൽ തന്നെ ചിലവഴിക്കേണ്ട കാര്യങ്ങളില്ല. പലരും വായിക്കാനൊക്കെ നല്ല താല്പര്യമുണ്ടാകും, പക്ഷേ സമയം കിട്ടുന്നില്ല. വേണമെങ്കിൽ കിട്ടും. ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.